ഇപ്പോൾ ഈ സിനിമ കാണുമ്പോൾ സാധാരണ മനുഷ്യർ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന തരത്തിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് തരുന്ന സിനിമയാണ് ഹോളിവുഡ് ചിത്രം F1. ബ്രാഡ് പിറ്റ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു ത്രില്ലിംഗ് സ്പോർട്സ് ഡ്രാമയാണ് കഴിഞ്ഞ ജൂൺ 27 റിലീസ് ചെയ്ത F1. കാർ റേസിംഗിനോട് ഹരമുള്ളവർക്കും എന്നെ പോലെ കുട്ടിക്കാലത്ത് ടിവിയിൽ മാത്രം Formula 1 കോമ്പറ്റീഷൻ കണ്ട് നിർവൃതി അണഞ്ഞവർക്കും ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വാച്ച്. 90s F1ന്റെ ഭാവി വാഗ്ദാനമായിരുന്നു ഇതിൽ ബ്രാഡ് പിറ്റ് അവതരിപ്പിക്കുന്ന സോണി ഹൈസ് എന്ന കഥാപാത്രം. മത്സരത്തിനിടയിൽ ഗുരുതര പരിക്കേറ്റ് സോണിക്ക് കരിയർ അവസാനിപ്പിക്കേണ്ടി വരും. എങ്കിലും ലോക്കൽ റേസിംഗ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത് ബഹളങ്ങളിൽ നിന്ന് മാറി സ്വന്തം ലോകത്ത് ഹീറോ ആയി ജീവിക്കുകയായിരുന്നു സോണി ഹൈസ്. 30 വർഷത്തിന് ശേഷം പഴയ സുഹൃത്ത് റൂബന്റെ നിർബന്ധപ്രകാരം സോണി തിരിച്ച് Formula 1 എത്തുന്നു. റൂബനായി എത്തുന്നത് ഹാവിയർ ബാർഡമാണ്. ഏപെക്സ് GP എന്ന തകർച്ചയുടെ വക്കിലുള്ള കമ്പനിയിൽ ഡു ഓർ ഡൈ അവസരത്തിലാണ് സോണിയുടെ എൻട്രി. അവിടെ ജോഷുവ പിയേഴ്സ് എന്ന ചെറുപ്പക്കാരനാണ് സോണിയുടെ പാർട്ണർ. ഡാംസൺ ഇദ്രിസ് വളരെ മനോഹരമായി ജോഷുവ പിയേഴ്സ് എന്ന കഥാപാത്രത്തെ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. പ്രേക്ഷകരിൽ ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ഡാംസന് സാധിക്കുന്നു. പ്രായാധിക്യമുള്ള എക്സ്പീരിയൻസ്ഡ് ആയ സോണി ഹൈസും ചെറുപ്പത്തിന്റെ അഹങ്കാരവുമുള്ള ജോഷുവ പിയേഴ്സും തമ്മിലുള്ള ഡ്രാമയും കാർ റേസിംഗിന്റെ ഇടയിൽ പ്രേക്ഷകരുടെ അഡ്രിനലിൻ റഷ് കൂട്ടും. ഷൂമാക്കറിനെ ആരാധിച്ചവരും ഇപ്പോൾ ലൂയിസ് ഹാമിൽട്ടൺ, വെർസ്റ്റാപ്പൻ, ചാൾസ് ലെക്ലാർക്ക് എന്നിവരെ ആരാധിക്കുന്നവരുമാണ് നിങ്ങളെങ്കിൽ ഒരു സന്തോഷ വാർത്ത. കാരണം ഹാമിൽട്ടണും ചാൾസും ഒക്കെ ഇതിൽ ഗസ്റ്റ് റോളിൽ എത്തുന്നുണ്ട്. പോരാത്തതിന് 7 തവണ F1 ചാമ്പ്യൻഷിപ്പ് അടിച്ച ലൂയിസ് ഹാമിൽട്ടൺ ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ റോളിലും എത്തുന്നു. 1.5 വർഷത്തോളം യഥാർത്ഥ ഗ്രാൻഡ് പ്രീ കോമ്പറ്റീഷനുകളിലും അതിന്റെ റേസ് ട്രാക്കുകളിലും വെച്ചായിരുന്നു സിനിമയുടെ ചിത്രീകരണം. ആപ്പിൾ സ്റ്റുഡിയോസിന്റെ പ്രൊഡക്ഷനിൽ ടോം ക്രൂസിന്റെ ടോപ്പ് ഗൺ മാവറിക് സംവിധാനം ചെയ്ത ജോസഫ് കോസിൻസ്കിയാണ് ഇതിന്റെ സംവിധാനം. വിഖ്യാത സംഗീത സംവിധായകൻ ഹാൻസ് സിമ്മറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സീറ്റിൽ നിന്ന് അറിയാതെ എഴുന്നേറ്റ്. ബ്രാഡ് പിറ്റിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രവും F1 തന്നെ. ആഗോള തലത്തിൽ $545 മില്യൺ ഇതുവരെ സിനിമ വാരിയത്. 2 മാസം കഴിഞ്ഞിട്ടും ഐമാക്സിൽ ഉൾപ്പെടെ തിയേറ്ററുകളിൽ ഇപ്പോഴും ഹൗസ്ഫുൾ ആണ്. ബ്രാഡ് പിറ്റ് ആരാധകർക്കും കാർ റേസിംഗ് ഭ്രാന്തുള്ളവർക്കും ഇതിലൊന്നും താല്പര്യമില്ലാത്തവർക്കും എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു എക്സ്ട്രീം ഫീൽ ഗുഡ് സിനിമയാണ് F1.